വാർത്തയിലേക്ക് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പല വകുപ്പിൽ നിന്ന് നിരന്തരമായി വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ പെരിയാർ കടുവ സങ്കേതത്തിൽ ഫണ്ട് ചെലവാക്കുന്നതിൽ ക്രമക്കേട് നടന്നുവെന്നാണ് ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. പാർക്ക് വെൽഫെയർ ഫണ്ട് എന്ന പേരിൽ 20 വർഷത്തോളം ഫണ്ട് വകമാറ്റി ചെലവഴിച്ചുവെന്നാണ് കണ്ടെത്തൽ. അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് പലിശ സഹിതം തുക ഈടാക്കാനും നിർദ്ദേശമുണ്ട്. കേരള നോൺ ഗസറ്റഡ് എംപ്ലോയീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് നടപടി. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ഇടുക്കിയിൽ നിന്ന് ആഷിഖ്, എന്തൊക്കെയാണ് ധനകാര്യ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്? എത്രത്തോളം രൂപയുടെ അഴിമതി അതിനകത്ത് കണ്ടെത്തുന്നു? എന്താണ് വിവരങ്ങൾ? പെരിയാർ ടൈഗർ റിസർവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നിലനിന്നിരുന്നു എന്ന ആരോപണം മുൻപ് തന്നെ ഉള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരള നോൺ ഗസറ്റഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി വനം മന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ധനകാര്യ പരിശോധന വിഭാഗം നടത്തിയ പരിശോധനയിലാണ് വലിയ ക്രമക്കേടുകളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ പരിശോധന റിപ്പോർട്ടിൽ പ്രകാരം പരിശോധിച്ചത് ഏതാണ്ട് 20 വർഷത്തോളം പാർക്ക് വെൽഫെയർ ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിച്ച് വിനോദസഞ്ചാര ഉപാധികളായി ടൈഗർ റിസർവിൽ പ്രവർത്തിച്ചിരുന്ന സംവിധാനങ്ങളിൽ നിന്നുള്ള പണം മുഴുവൻ മറ്റു രീതിയിൽ വകമാറ്റി ചിലവഴിച്ചു എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ സർക്കാർ ഖജനാവിലേക്ക് പോകേണ്ട തുക എത്രയും കഴിഞ്ഞ 20 വർഷമായി അനധികൃതമായി ചിലവഴിക്കപ്പെട്ടു എന്നതിന്റെ വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പെരിയാർ ടൈഗർ റിസർവിലേക്ക് വിവിധ സാധനങ്ങൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകളില്ലാതെ പർച്ചേസിംഗ് അടക്കം നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇത് നിരന്തരം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇത്തരത്തിൽ വകമാറ്റി ചിലവഴിച്ച തുകയുടെ കണക്കുകൾ എടുത്തുകൊണ്ട് പലിശ സഹിതം ഇവരിൽ നിന്ന് തിരികെ ഈടാക്കുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഈ ഉത്തരവ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2004 പാർക്ക് വെൽഫെയർ ഫണ്ട് എന്ന പേരിൽ പാർക്കിലെ ഇത്തരം വിനോദസഞ്ചാര ഉപാധികളുടെ നവീകരണവും മറ്റും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ഫണ്ട് രൂപീകരിക്കുന്നത്. ഇതിന് സർക്കാരിന്റെ അനുമതി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പാർക്കിലേക്ക് വന്നിരുന്ന വരുമാനം അത്രയും മറ്റാവശ്യങ്ങൾക്കായി ചിലവഴിച്ചിരുന്നത്. ഇത് ക്രമപ്രകാരമല്ല ഈ ചിലവഴിക്കൽ എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപ് തന്നെ ഉണ്ടായിരുന്നതാണ് പെരിയാർ ടൈഗർ റിസർവിന്റെ പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഏതായാലും ഇത് ഒരു സർക്കാർ നടപടികളിലേക്ക് കടക്കുന്നു. ഇതിന്റെ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുന്നു. ധനകാര്യ കമ്മീഷനാണ് ഇപ്പോൾ ഈ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ക്രമക്കേട് നടത്തിയ ഫണ്ട് അത് പിടിച്ചെടുക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള നടപടികൾ ഇനി വരും സമയങ്ങളിൽ ഉണ്ടാകുമോ എന്നാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ഫണ്ട് ചെലവാക്കുന്നതിൽ, പെരിയാർ കടുവ സങ്കേതത്തിൽ ഫണ്ട് ചെലവാക്കുന്നതിലാണ് വലിയ ക്രമക്കേട് നടന്നു എന്നുള്ളത് ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. പാർക്ക് വെൽഫെയർ ഫണ്ട് എന്ന പേരിൽ 20 വർഷത്തോളമാണ് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചത്. സ്വാഭാവികമായിട്ടും ഒരു വലിയ തുക തന്നെ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഈ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് പലിശ സഹിതം തുക ഈടാക്കാനുള്ള നടപടികളിലേക്ക് ഇനി കടക്കുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളായിരുന്നു മുഹമ്മദ് ആഷിഖ് നൽകിയത്.